Hi everyone. So welcome back to the fourth session. So in the last session നമ്മൾ ചെയ്തത് അവസാനം ചെയ്തിരുന്ന ഈ ഒരു പ്രോബ്ലം ആയിരുന്നു which is related to the semiconductors, intrinsic semiconductors. Now we are moving on to the part 4 of gate 2024. Okay, so we begin with this question. ഇത് ക്വാണ്ടം മെക്കാനിക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റിൽ ലൈക്ക് ഒരു പെർട്ടർബേഷൻ ഇത് വാരിയേഷണൽ പ്രിൻസിപ്പിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റിൽ മോസ്റ്റ് ഓഫ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ക്വാളിറ്റേറ്റീവ് ബിഹേവിയർ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചെയ്ത് നോക്കാനുള്ളതല്ല, പക്ഷേ ക്വാളിറ്റേറ്റീവ് ഐഡിയാസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ആണ്. ഞാൻ ആ ഒരു രീതിക്ക് തന്നെ ഇത് ഡിസ്ക്രൈബ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്. ഫോളോയിങ് ട്രയൽ വേവ് ഫംഗ്ഷൻസ്, രണ്ട് ട്രയൽ വേവ് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. φ1 എന്ന് പറയുന്നത് e⁻⁻z' r1 + r2 ആൻഡ് φ2 എന്ന് പറയുന്നത് e⁻⁻⁻ ടൈംസ് 1 + g something like this. This is used to get a variational estimate of ground state energy of helium atom. So you have helium atom. Helium atomത്തിൽ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്, രണ്ട് പ്രോട്ടോൺസ് ഉണ്ട്, രണ്ട് ന്യൂട്രോൺസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് യുവർ ഹീലിയം ആറ്റം. ഹീലിയം ആറ്റത്തിന്റെ നമ്മൾ ഹൈഡ്രജൻ ആറ്റം സോൾവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഹീലിയം ആറ്റം സോൾവ് ചെയ്യുന്നില്ല. ഹീലിയം ആറ്റം സോൾവ് ചെയ്യാനുള്ള പ്രശ്നം ഒന്നാമത് there are 2 electrons. So hydrogen atomത്തിൽ it is easy because there is only one electron. Electron nucleus interaction മാത്രമേ കൺസിഡർ ചെയ്യുന്ന കാര്യമുള്ളൂ, which is the electrostatic force. But in the helium atom ഈ രണ്ട് ഇലക്ട്രോൺസ് തമ്മിൽ ഒരു മ്യൂച്വൽ repulsive force ഉണ്ട്, electrostatic repulsive force ഉണ്ട്, in addition to their attraction towards the nucleus. സോ അതുകൊണ്ട് പ്രോബ്ലം ഡിഫിക്കൽട്ട് ആണ്. ആൻഡ് മോർ ആൻഡ് മോർ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നതോറും മോർ ആൻഡ് മോർ ഡിഫിക്കൽട്ട് ആയിരിക്കും. ബട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് സ്റ്റിൽ യു ക്യാൻ അപ്രോക്സിമേറ്റ്ലി ഡു യൂസിങ് വൺ ഈസ് കോൾഡ് ദി വാരിയേഷണൽ മെത്തേഡ്. സോ വാരിയേഷണൽ മെത്തേഡിൽ ബേസിക്കലി നമ്മളൊരു അൻസാറ്റ്സ് എന്ന് പറയും, ഓർ ഇറ്റ്സ് എൻ എഡ്യൂക്കേറ്റഡ് ഗസ്. സോ നമ്മളൊരു ഗസ് സൊല്യൂഷൻ വേവ് ഫംഗ്ഷൻ എടുക്കും. ഈ വേവ് ഫംഗ്ഷൻ നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് അതിന്റെ എനർജി, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ക്യാൻ ബി ഒബ്റ്റൈൻഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് സം പാരാമീറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇവിടെ സെറ്റ് പ്രൈം എന്ന് പറയുന്നത്, സെറ്റ് പ്രൈം ആൻഡ് ജി ആർ ദി വാരിയേഷണൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാരാമീറ്റേഴ്സ് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. ആ പാരാമീറ്റേഴ്സ് ട്യൂൺ ചെയ്ത് ലീസ്റ്റ് പോസിബിൾ എനർജി കിട്ടുന്ന സ്റ്റേറ്റ് ആണ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. സോ അതാണ് വാരിയേഷണൽ മെത്തേഡിന്റെ ഒരു രീതി. സോ അതാണ് ക്വസ്റ്റ്യൻ. ഫർദർ r1 r2 എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഈ രണ്ട് ഇലക്ട്രോൺസിന്റെ പൊസിഷൻ വെക്ടേഴ്സ് ആണ്. സോ ദിസ് ഇസ് r1, ദിസ് ഇസ് r2. ഓക്കെ, സോ let E0 be the exact ground state energy of the helium atom and E1, E2 be the variational estimates of that corresponding to φ1 and φ2. So φ1 വെച്ച് കിട്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ് E1 ആണ് ആഫ്റ്റർ യു ഡു ദിസ് ഒപ്റ്റിമൈസേഷൻ, ആൻഡ് E2 എന്ന് പറയുന്നത് corresponding to φ2 ആണ്, ആൻഡ് E0 is the exact energy which we don't know. So question, which of the following options is true? Okay, so രണ്ട് വാരിയേഷണൽ വേവ് ഫംഗ്ഷൻസ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് എനർജീസ് ആണ്. φ1 കറസ്പോണ്ടിങ് ആണ് E1, ആൻഡ് φ2 കറസ്പോണ്ടിങ് ആണ് E2, ആൻഡ് E0 is the exact. സോ ഇവര് തമ്മിലുള്ള റിലേഷനാണ് നിങ്ങളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബിഫോർ ആൻസറിൽ പറയുന്നതിന് മുന്നേ let's see how can we get some estimation. So φ1 നോക്കുക,
φ1 എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ e⁻z' r1 പ്ലസ് r2. സോ ഇവിടെ r1 r2 എന്ന് പറയുന്നത് അവരുടെ പൊസിഷൻ വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ ഇതിനെ നമുക്ക് ആക്ച്വലി ജസ്റ്റ് ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി ഇൻ ദ ഫോം സംതിങ് ലൈക്ക് φ1 1 ആൻഡ് φ1 2. സോ ഒരു ഫാക്ടറൈസ്ഡ് ഫോമിലാണ് ഇത് കിടക്കുന്നത്. ദിസ് ഇസ് ഫസ്റ്റ് ഇലക്ട്രോൺ 1 ആൻഡ് ദിസ് ഇസ് ഇലക്ട്രോൺ 2. സോ രണ്ട് ഇലക്ട്രോണിന്റെ ഒരു വേവ് ഫംഗ്ഷൻസിന്റെ ഒരു കോമ്പിനേഷൻ, ടെൻസർ പ്രൊഡക്റ്റ് എന്ന് പറയും. അവരുടെ ഒരു കമ്പൈൻഡ് സ്റ്റേറ്റ് എടുത്ത പോലെയാണ് ഈ ഫസ്റ്റ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇങ്ങനത്തെ വേവ് ഫംഗ്ഷൻസിന്റെ പ്രത്യേകത ഇത് ജസ്റ്റ് എന്താണ്, ഇവര് രണ്ട് വേവ് ഫംഗ്ഷൻസ് പാർട്ടിക്കിൾസ് തമ്മിൽ ഇന്ററാക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ അവരുടെ വേവ് ഫംഗ്ഷൻ എപ്പോഴും ഈ ഒരു ഫോമിലായിരിക്കും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ പാർട്ടിക്കിൾസ് തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ എടുക്കുന്ന വേവ് ഫംഗ്ഷൻ ബൈ എറർ എന്താ പറയുക, നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഒരു ഫാക്ടറൈസ്ഡ് ഫോമിലാണ്. സോ ദാറ്റ് അവർ തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ല എന്ന് അസ്യൂം ചെയ്യുന്ന പോലെയാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ ചൂസ് ചെയ്യുന്നത്. അതാണ് φ1ന്റെ ഒരു പ്രത്യേകത. ഇനി φ2 നോക്കാം. φ2 നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു സെയിം ഫാക്ടർ ഉണ്ട് ഇവിടെ, പ്ലസ് ദർ ഇസ് ആൻ അഡിറ്റീവ് ടേം. അഡിറ്റീവ് ടേം എന്ന് പറയുന്നത് g ടൈംസ് ദ സെയിം ഫാക്ടർ ടൈംസ് ദിസ്. r1 മൈനസ് r2. സോ ഇത് എന്ന് പറയുന്നത് രണ്ട് ഇലക്ട്രോൺസ് തമ്മിലുള്ള സെപ്പറേഷൻ ആണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. r1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇലക്ട്രോണിന്റെ പൊസിഷൻ വെക്ടർ, r2 എന്ന് പറയുന്നത് സെക്കൻഡ് ഇതിന്റെ പൊസിഷൻ വെക്ടർ. ആൻഡ് അവരുടെ സെപ്പറേഷൻ ആയിരിക്കും r1 മൈനസ് r2 അതിന്റെ മോഡുലസ്. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോൺസ്, അതാണ് ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ വേവ് ഫംഗ്ഷൻ നോക്കി കഴിഞ്ഞാൽ യു ഹാവ് ദ ഒറിജിനൽ നോൺ ഇന്ററാക്ടിങ് ഇലക്ട്രോൺസിന്റെ അസംഷന്റെ കൂടെ നിങ്ങളൊരു എക്സ്ട്രാ ടൈം ആഡ് ചെയ്യുന്നു, വിച്ച് ഇസ് സംതിങ് ഡിപ്പെൻഡ്സ് ഓൺ ദി സെപ്പറേഷൻ. നമുക്കറിയാം ഇലക്ട്രോൺസ് രണ്ടും നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ ദർ ഇസ് എ മ്യൂച്വൽ റിപ്പൾഷൻ. സോ അവർ മാക്സിമം അകന്നു നിൽക്കാനാണ് ശ്രമിക്കുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടേം വെൻ സെപ്പറേഷൻ ഇസ് 0, സോ ഈ ഒരു ടേം when r1 minus r2 goes to 0 എന്തായിരിക്കും നമ്മളെ ഈ ഒരു, അതായത് അവരുടെ സെപ്പറേഷൻ കുറഞ്ഞു വരുന്ന കേസാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഈ ഒരു വേവ് ഫംഗ്ഷന്റെ കോൺട്രിബ്യൂഷൻ ഇറ്റ് വിൽ ബി ബാക്ക് ടു യുവർ ഒറിജിനൽ ടെൻസർ പ്രൊഡക്റ്റ് കൈൻഡ് ഓഫ് നോൺ ഇന്ററാക്ടിങ് കൈൻഡ് ഓഫ് ഇതിലേക്ക് മാറും. പക്ഷേ വെൻ this thing increases, ഞാനൊരു കംപ്ലീറ്റ്ലി ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് പറയുന്നത്. സപ്പോസ് ദിസ് ഇസ് ഇൻക്രീസിങ്, മേ ബി ഐ വിൽ ഡിനോട്ട് ഇറ്റ് ആസ് ലൈക്ക് ഇൻക്രീസ്. ഐ ജസ്റ്റ് നിങ്ങളുടെ φ2 വിൽ ഓൾസോ ഇൻക്രീസ്. സോ ഒരു പോയിന്റിൽ the points wherever they are maximum separated, അവിടെ നിങ്ങളുടെ വേവ് ഫംഗ്ഷൻ φ2ന്റെ വാല്യൂ കൂടും. whereas whenever they are coming close അവരുടെ വാല്യൂ കുറയും. സോ നമുക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് is proportional to the modulus square of your wave function. സോ ഈ ഒരു കേസിൽ രണ്ടാമത്തെ വേവ് ഫംഗ്ഷന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് മാക്സിമം അകന്നു നിൽക്കുന്ന പോയിന്റുകളിൽ പ്രോബബിലിറ്റി കൂടുതലും അടുത്ത് വരുന്ന പോയിന്റുകളിൽ പ്രോബബിലിറ്റി കുറവും ആയിരിക്കും ഈ ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടാവുക. നേരെ മറിച്ച് φ1ന്റെ പ്രത്യേകത എന്താ, ഇറ്റ് ഈസ് ദർ ഇസ് നോ, അവിടെ ഒരു ഡിസ്റ്റൻസിന്റെ നോഷൻ ഇല്ല. r1 r2 രണ്ട് ഇലക്ട്രോൺസ് എവിടെയോ ആയിക്കോട്ടെ, എല്ലാ പോയിന്റ്സിലും ഇതിന് ഒരേ പ്രോബബിലിറ്റി, അതായത് അവർ തമ്മിലുള്ള മ്യൂച്വൽ സെപ്പറേഷന് അവിടെ ഒരു
റോളില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മുടെ വേവ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കുന്നു, അവരുടെ ജസ്റ്റ് പ്രൊഡക്റ്റ് പോലെ ആയിരിക്കും. സോ ഓരോ പോയിന്റ് പ്രോബിലിറ്റി ഡിറ്റക്ട് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ പ്രോബിലിറ്റീസ് മാത്രമായിരിക്കും, അല്ലാതെ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഈ ഒരു വേവ് ഫംഗ്ഷന്റെ പ്രോബിലിറ്റി ഫൈനൽ പ്രോബിലിറ്റിനെ എഫക്ട് ചെയ്യില്ല. സോ അതുകൊണ്ട് ദിസ് ഇസ് മോർ ലൈക്ലി. Because electrons mutually repel. So mutual repulsion എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി ഓൾറെഡി 5.2 കൈൻഡ് ഓഫ് എൻകോഡർ ആണ് കമ്പയർഡ് ടു 5.1. അതുകൊണ്ട് 5.2 will be more close to your original ground state energy. നമ്മുടെ ഒറിജിനൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് വിച്ച് ഇൻക്ലൂഡ്സ് മെനി ഫാക്ടേഴ്സ്. ഒന്ന് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂക്ലിയസ് ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും, ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും, പിന്നെ സ്പിൻ ഇൻട്രാക്ഷൻ, മറ്റ് നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യാത്ത മറ്റ് ഇൻട്രാക്ഷൻസ് ഉണ്ട്. ഇവരെല്ലാവരും കൂടിയ നെറ്റ് എഫക്റ്റ് ആണ് ടോട്ടൽ വേവ് ഫംഗ്ഷന്റെ ആക്ച്വൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് E0 വരുന്നത്. പക്ഷേ E1-നെക്കാട്ടിലും E2 ആയിരിക്കും E0നോട് ക്ലോസർ ആയിരിക്കുന്നത്. അതാണ് ഞാൻ ഇത്രയും ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നൗ ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. അടുത്തൊരു പോയിന്റ്, വാരിയേഷണൽ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഒരു അൻസാറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് എപ്പോഴും given that your guess is valid, ഇറ്റ്സ് വാലിഡ് ആയിട്ടുള്ള ഒരു അൻസാറ്റ്സ് ഞാൻ ഉദ്ദേശിച്ചതാണ്. ഒരു ബൗണ്ടറി കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ, അല്ലെങ്കിൽ ഗിവൺ സിസ്റ്റത്തിന് വാലിഡ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ 5.1 എന്ന് പറയുന്നതിൽ നമ്മൾ രണ്ട് ട്രാൻസ്ഫർ പ്രൊഡക്റ്റ് സ്ട്രക്ചർ ആണ് ഇത്. സോ ഇത് എന്ന് പറയുന്നത് ഇഫ് സെക്കൻഡ് ഇലക്ട്രോൺ ആബ്സെന്റ് ആണെങ്കിൽ ഇതാണ് ഇതിന്റെ വേവ് ഫംഗ്ഷൻ. ബിക്കോസ് നമുക്ക് ഓൾറെഡി അറിയാം ഹൈഡ്രജന്റെ ഇലക്ട്രോൺ വേവ് ഫംഗ്ഷൻ ഈ ഒരു ഫോമിലുള്ളതാണ്. ഇറ്റ്സ് ആൻ എക്സ്പോണൻഷ്യൽ ഡീകെ. ഞാൻ പറയുന്നത് ഫസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ n=0 കേസാണ്. ആൻഡ് ഫസ്റ്റ് ഇലക്ട്രോൺ ആബ്സെന്റ് ആണെങ്കിൽ സെക്കൻഡ് ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷൻ ഇതായിരിക്കും. സോ അത് ടിപ്പിക്കലി അതൊരു നൈസ് ഗസ് ആണ്. വെൻ യു പുട്ട് 2 ഇലക്ട്രോൺസ്, നാച്ചുറലി അവർക്ക് ആ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. ഇൻ അഡീഷൻ നിങ്ങൾക്ക് അവർ തമ്മിൽ ഇന്ററാക്ഷൻ ടേം കൂടി കൊണ്ടുവരേണ്ട കാര്യമുണ്ട്, അത്രേ ഉള്ളൂ. സോ ഇതെല്ലാം ഒരു എന്താ പറയാ, ആ സിസ്റ്റത്തിന് കൺഫേമിംഗ് ആയിട്ടുള്ള ഒരു വേവ് ഫംഗ്ഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്. 5.1 ആയാലും 5.2 ആയാലും ദേ ഇൻ സം സെൻസ് അവരെ ചൂസ് ചെയ്യാൻ നമുക്കൊരു കാരണം ഉണ്ട്. ഒരു റാൻഡംലി ഒരു ഫംഗ്ഷൻ ചൂസ് ചെയ്തതല്ല. ദർ ഇസ് എ റീസൺ വൈ വി ചൂസ് ദിസ് പർട്ടിക്കുലർ ഫോം. സോ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഒരു ഓൾറെഡി ആൾക്കാർ നോൺ കേസാണ്. അതായത് നിങ്ങളുടെ ഒറിജിനൽ വാരിയേഷണൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് variational ground state energy which will be greater than or equal to original. So ഇതിനൊരു പ്രൂഫ് ഉണ്ട്, which I am not going into these details. So ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒറിജിനൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ വാരിയേഷണൽ എനർജിനേക്കാൾ താഴെയിരിക്കും. സോ ഈ രണ്ട് ഇൻഫർമേഷൻ മാത്രം യൂസ് ചെയ്ത് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. സോ നമുക്ക് നോക്കാം. E1 E2 രണ്ട് കേസിലും ഇത് വാലിഡ് ആയിരിക്കണം. സോ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. സോ E1 ഇതല്ല, ബിക്കോസ് E1 ഈസ് ലെസ് ദാൻ E0. സോ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിനേക്കാൾ താഴെയാണ് നിങ്ങളുടെ E1 എന്ന് വരുന്നത്. E2. സോ ദിസ് ഇസ് നോട്ട് ട്രൂ. ഇവിടെ E2 ഈസ് ലെസ് ദാൻ E0. സോ ദിസ് ഇസ് ഓൾസോ നോട്ട് ട്രൂ. ഇവിടെ E1 ഈസ് ലെസ് ദാൻ E0. സോ ദിസ് ഇസ് നോട്ട് ട്രൂ. ആൻഡ് ഓക്കെ, ഈ മൂന്ന് കണ്ടീഷനിലും നമുക്ക് കാണാം ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലാതായിരിക്കും. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾ ഇത് 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 വിച്ച് ഇസ് നോട്ട് അക്കോർഡിംഗ് ടു അവർ റീസണിങ്. സോ ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 28. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ E1 is greater than E0, the original ground state energy, and E2 is also greater than original energy. So another point ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. E2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ലൈക്ലി ദാൻ E1 ബിക്കോസ് എൻ്റെ വേവ് ഫംഗ്ഷനിൽ ഞാൻ ഓൾറെഡി ഒരു ഇൻട്രാക്ഷൻ ടേം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് E1 will be greater than E2. So option D is the right answer.
ഓക്കെ, സോ കംപ്ലീറ്റ്ലി ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഞാൻ പറഞ്ഞത്. ഇത് ചെയ്യാൻ എളുപ്പമല്ല, ബിക്കോസ് എനർജി എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ബേസിക്കലി നിങ്ങൾക്ക് ഹാമിൽട്ടോണിയന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഇസ് നോട്ട് ഓഫ് കോഴ്സ് ഈസി അല്ല, എസ്പെഷ്യലി ഫോർ സച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ആലോചിക്കേണ്ട കാര്യമില്ല. സോ ഇതുപോലുള്ള ബേസിക് കാര്യങ്ങൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ക്യാൻ ഡു സച്ച് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ഈസിലി. ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ് ഇതാണ്, ഈ വാരിയേഷണൽ ഇത് പ്രകാരം നിങ്ങളൊരു എനർജി കണ്ടുപിടിക്കുമ്പോൾ, സോ ഗിവൺ ദാറ്റ് നിങ്ങളുടെ ഗസ് എന്ന് പറയുന്നത് നോട്ട് എ വെരി ബാഡ് ഗസ്. സോ ആക്ച്വലി അതിന് കുറച്ച് ഡീറ്റെയിൽസ് ആവശ്യം, വിച്ച് ഐ എം നോട്ട് ഗോയിങ് ടു ദാറ്റ് ഡീറ്റെയിൽസ്. ആ ഒരു ഗസ്, ഇഫ് ഇറ്റ് ഈസ് എഡ്യൂക്കേറ്റഡ് ഇനഫ്, ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഇനഫ് ഗസ്, ദെൻ നിങ്ങളുടെ ഒറിജിനൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിനേക്കാൾ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും നിങ്ങളുടെ വാരിയേഷണൽ. അതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ, ലൈക്ക് ഇത് ഇന്ററാക്ഷൻ ടൈം ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ എനർജി കുറേയും കൂടി ബെറ്റർ ഗസ്സായിട്ട് മാറുന്നത് എന്നുള്ള ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസിലി ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് വീണ്ടും ഒരു ക്വാണ്ടം മെക്കാനിക്സ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. So wave function for a particle is given by e to the power minus I alpha x plus beta. Alpha beta real constants ആണ്, and which of the following potential is actually the particle is moving. പാർട്ടിക്കിൾ ഏത് പൊട്ടൻഷ്യൽ ആണുള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ടൈംസ് ഇ ടു ദ പവർ മൈനസ് ബീറ്റ. സോ ഇവർ പറഞ്ഞു ഇ ടു ദ പവർ ബീറ്റ എന്ന് പറയുന്നതും ആൽഫ രണ്ട് കോൺസ്റ്റൻസ് ആണ്, ആൻഡ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ എക്സ് ആണ്, നിങ്ങളുടെ എക്സ് ആക്സിലൂടെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ആണ്. ആൻഡ് ബീറ്റ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ജസ്റ്റ് എ കോൺസ്റ്റന്റ്. സോ നിങ്ങളുടെ വേവ് ഫംഗ്ഷനിലെ ഒരു നോർമലൈസേഷൻ കോൺസ്റ്റന്റ് പോലെ ഒരു കോൺസ്റ്റന്റ് മാത്രമാണ് ഇത്. ഇതിന് ദർ ഇസ് നോ എന്താ പറയാ, ഒരു ഫിസിക്കലി ഒബ്സർവബിൾ മീനിങ് ഒന്നും ഇല്ല ഈ ഒരു കോൺസ്റ്റന്റിന്. സോ നിങ്ങൾക്ക് ആകെ ശ്രദ്ധിക്കേണ്ട ടേം എന്ന് പറയുന്നത് ഇ ടു ദ പവർ മൈനസ് ഐ ആൽഫ എക്സ് എന്നുള്ളതാണ്. സോ ഈ ഒരു ടേം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഡയറക്ട്ലി നിങ്ങൾക്ക് ആൻസർ പറയാം. ദിസ് ഇസ് എ ഫ്രീ പാർട്ടിക്കിൾ. ഫ്രീ പാർട്ടിക്കിളിന്റെ പോസിബിൾ എനർജി വേവ് ഫംഗ്ഷൻ, ഒരു വേവ് ഫംഗ്ഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. സോ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ ദിസ് ഇസ് സിമ്പിൾ ഹാർമോണിക് പൊട്ടൻഷ്യൽ. ഇതൊരു എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഡിക്രീസിങ് പൊട്ടൻഷ്യൽ ആണ്. ആൻഡ് ദിസ് ഇസ് എ ഫ്രീ പാർട്ടിക്കിൾ. ആൻഡ് ഇത് കോംപ്ലിക്കേറ്റഡ് കൈൻഡ് ഓഫ്, ഇങ്ങനെ സിനുസോയിഡൽ വാരി ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യലാണ്. സിമ്പിൾ ഹാർമോണിക് അല്ല. സിമ്പിൾ ഹാർമോണിക് എന്ന് പറയുന്നത് ഇതാണ്, ഇതിന്റെ സൊല്യൂഷൻ ആണ് സൈൻ എന്ന് പറയുന്നത് വരുന്നത്. പക്ഷെ ഇത് പൊട്ടൻഷ്യൽ ഇറ്റ്സെൽഫ് ഒരു സിനുസോയിഡൽ വാരിയേഷൻ ആണ്. എനിവേ, സോ ദീസ് ആർ നോട്ട് ദ റൈറ്റ് ആൻസർ. ദ റൈറ്റ് ആൻസർ ഇസ് എ ഫ്രീ പാർട്ടിക്കിൾ. ആകെ ശ്രദ്ധിക്കേണ്ടത് ഇ ടു ദ പവർ ഐ ആൽഫ എക്സ് ആണ് നിങ്ങളുടെ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു ടേം, ആൻഡ് വിച്ച് കറസ്പോണ്ട് ടു യുവർ ഫ്രീ പാർട്ടിക്കിൾ. ഫ്രീ പാർട്ടിക്കിളിന്റെ ഒരു എന്താ പറയുക, ഇതൊരു പ്ലെയിൻ വേവ് ആണ്. സോ ഇൻ പ്രിൻസിപ്പിൾ ആക്ച്വലി യു ക്യാൻ ഇതൊരു ഇറ്റ് സെൽഫ് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. ഇതിന് നോർമലൈസ് ചെയ്യണമെങ്കിൽ ഒരു വേവ് പാക്കറ്റ് ആക്കി മാറ്റണം. സോ സൂപ്പർ പൊസിഷൻ ഓഫ് പ്ലെയിൻ വേവ്സ്, ഇൻഫിനിറ്റ്ലി മെനി പ്ലെയിൻ വേവ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വേവ് ഒരു എന്താ പറയാ വേവ് പാക്കറ്റ് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് പിക്ടോറിയലി കാണിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക്, സോ ഇത് ഇങ്ങനെ ഒരു വേവ് ഫംഗ്ഷൻ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു ഓവർലാപ്പ് പോലെ, ബൈ സൂപ്പർ പൊസിഷൻ ഓഫ് മെനി സച്ച് ഇ ടു ദ പവർ ഐ ആൽഫ എക്സ് ടേംസ്. ആൽഫ മാറ്റി സൂപ്പർ പോസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഷേപ്പ് ലൈക്ക് ദിസ്.
അങ്ങനെയാണ് ഫ്രീ പാർട്ടിക്കിൾ പ്ലെയിൻ ഒരു നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന വേവ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ. ദിസ് ഇസ് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ. മാത്തമാറ്റിക്കൽ വെക്ടേഴ്സ് ആണ് ബേസിക്കലി. ഡൈവർജൻസ് ഓർ ലാപ്ലാസിയൻ ആണ് ആക്ച്വലി. ഒരു വോളിയം ഇന്റഗ്രൽ തന്നിട്ടുണ്ട്. വോളിയം ഇന്റഗ്രൽ ഡെൽ സ്ക്വയർ ഓഫ് 1/r ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഓവർ എ വോളിയം ബി. ആർ എന്ന് പറയുന്നത് ഇറ്റ്സ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഡിസ്റ്റൻസ് ആണ്, റേഡിയൽ ഡിസ്റ്റൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഓക്കെ, സോ ഇത് ചെയ്യുന്നതിന് മുന്നേ, ഓപ്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് ഡെൽ സ്ക്വയർ 1/r എന്ന് ചെയ്തിരുന്നത് നല്ലതായിരിക്കും. സോ വിച്ച് ഇസ് del dot del of 1/r. del dot del ആണ് നിങ്ങളുടെ del square, and which is del dot of del of r raised to -1. so ഒരു ജനറൽ എക്സ്പ്രഷൻ ഉണ്ട്, del of r raised to n can be written as n, like the usual differentiation, r raised to n - 1 r cap. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ഗ്രേഡിയന്റ് ആണ്. ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലാർ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ വെക്ടർ. സോ ഇത് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണിത്, ഇത് അതിന്റെ ഡയറക്ഷനാണ്. ഓക്കെ, സോ ഇത് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഫോർമുലയാണ്. ഇറ്റ്സ് വെരി സിമിലർ ടു ഡിഫറൻഷിയേഷൻ. ഒരു എന്താ പറയാ, പോളിനോമിയൽ ഡിഫറൻഷിയേഷൻ ഒക്കെ പോലെയുള്ള ഒരു റൂളാണ്. സോ ആ റൂൾ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് ഇസ് del dot of -1 r raised to -2. So that is minus r cap by r square. Okay, so now this can be written as maybe r cap എന്ന് പറയുന്നത് it is vector r divided by r ആണ്. So ആ ഒരു 1/r ഇവിടെ എന്തായിരിക്കും, and an r square here, so it is an r cube. Okay, now let's do this. ഇവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. So del dot of vector r divided by r cube. So ഈ ഐഡന്റിറ്റീസ് എല്ലാം ഓർമ്മിച്ചിരിക്കേണ്ട ഐഡന്റിറ്റീസ് ആണ്. സോ ഇവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി യു ഹാവ് എ ഡൈവർജൻസ് ഓഫ് എ വെക്ടർ. അറ്റ് ദി എൻഡ് യു വിൽ ഗെറ്റ് എ സ്കെയിലാർ. സ്കെയിലാർ കിട്ടുന്ന തരത്തിൽ വേണം നിങ്ങളുടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാൻ. പ്ലസ് സോറി, there is a മൈനസ് സൈൻ പുറത്ത് കിടക്കുന്നുണ്ടാവും. ആൻഡ് r dot del of r raised to -3. സോ del dot r എന്ന് പറയുന്നത് 3 ആണ്. ചെയ്ത് നോക്കുക, വെരി ഈസി ടു ഡു. സെയിം റൂൾ അപ്ലൈ ചെയ്യുക ഇവിടെ. സോ യു വിൽ ഗെറ്റ് -3 r raised to -4 and there is an r cap. So this r dot product എടുക്കുന്നത് വെക്ടർ r dot r cap ആണ്, which will give you just r, because വെക്ടർ r നെ നിങ്ങൾക്ക് എന്താ എഴുതാം, r cap എന്ന് എഴുതാം. So r dot r cap dot product 1 കിട്ടും, and you will get a r here. So that basically gives you 3/r cube minus 0. So you got this is 0. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. If you can see this in ഗ്രിഫിത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിട്ടുണ്ടാവും. This is actually a delta function. So ഇതൊരു 3-dimensional Dirac delta ആണ്. It will be 0 at the everywhere else and infinity on the origin.
യൂഷ്വൽ ഡെൽറ്റ ഫംഗ്ഷൻ ഡെഫിനിഷൻ പോലെ തന്നെ, പക്ഷേ ഒരു വെക്ടർ ഫോമിലാണ്. ഇൻഫിനിറ്റി അറ്റ് ഒറിജിൻ ആൻഡ് സീറോ എവരിവെയർ എൽസ്. സോ എവരിവെയർ എൽസ് വരുന്ന കണ്ടീഷനാണ് നമുക്ക് ഇവിടെ കിട്ടിയത്, സീറോ എവരിവെയർ. ബട്ട് ആ ഒറിജിനിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഈ ഒരു ഡെറിവേഷനിൽ ക്യാപ്ചർ ആവുന്നില്ല. അത് ഇറ്റ്സ് ഡ്യൂ ടു വേറെ പല പ്രശ്നങ്ങൾ കാരണം. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഫോർ ദ ടൈം ബീങ് നിങ്ങൾ ഈ ഒരു ഫോർമുല ഓർമ്മിച്ച് വെക്കുക. മേ ബി അതിന്റെ ജിസ്റ്റ് ഞാൻ പറയാം. ഒരു വരുന്നത് ഈ ഒരു സർഫസ് വോളിയം ഇന്റഗ്രലിനെ നിങ്ങൾക്ക് സർഫസ് ഇന്റഗ്രലാക്കി മാറ്റാം. സോ ഈ ഒരു സർഫസ് ഇന്റഗ്രൽ നിങ്ങൾ ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് നോൺ സീറോ വാല്യൂ കിട്ടും. പക്ഷെ വോളിയം ഇന്റഗ്രൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഫ് യു ഡോണ്ട് കൺസിഡർ ഈ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ ബേസിക്കലി ഈ ഒരു സീറോ ആണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത്, എനിക്ക് അത് സീറോ ആണ് കിട്ടുക. സോ ആ ഒരു ഇൻകൺസിസ്റ്റൻസി വരുന്നത് ആ ഡെൽറ്റ ഫംഗ്ഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. സോ അങ്ങനെയാണ് ഇതിന് ഡെൽറ്റ ഫംഗ്ഷൻ വരുന്നത്. എനിവേ, സോ ജസ്റ്റ് ബി കെയർഫുൾ ദാറ്റ് ഇറ്റ്സ് എ ഡെൽറ്റ ഫംഗ്ഷൻ. നൗ യു ഗോ ബാക്ക് ടു ദി ഓപ്ഷൻസ്. ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇന്റഗ്രലിന്റെ വാല്യൂ -4π if r equal to 0 is inside the volume. Okay, so you have this volume, you are integrating. r equal to 0 എന്ന് പറയുന്നത് നിങ്ങളുടെ ഒറിജിൻ ആണ്. ഒറിജിൻ ഇതിനകത്താണ്. ഇറ്റ്സ് നമ്മൾ കണ്ടു ഡെൽറ്റ ഫംഗ്ഷൻ പീക്ക് ചെയ്യുന്നത് ഓൺലി അറ്റ് ഒറിജിൻ ആണ്. ഇഫ് ഇറ്റ് ഈസ് ഇൻസൈഡ് എന്ത് സംഭവിക്കും? ഡെൽറ്റ ഫംഗ്ഷന്റെ ടിപ്പിക്കൽ പ്രോപ്പർട്ടി വിച്ച് ഇസ് if you integrate some function with delta function, നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ഡെൽറ്റ ഫംഗ്ഷൻ എവിടെയാണോ സീറോ ആവുന്നത്, ഇൻഫിനിറ്റി ആവുന്നത്, ആ പോയിന്റിലെ വാല്യൂ, ഫംഗ്ഷന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. സോ ഇതേ സെയിം പ്രോപ്പർട്ടി നിങ്ങളുടെ ഈ 3 ഡയമെൻഷണൽ ഡെൽറ്റ ഫംഗ്ഷനും ഉണ്ട്. സോ ഈ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ ഫംഗ്ഷന്റെ വാല്യൂ -4π ആണ്. ആൻഡ് -4π എന്നുള്ളതാണ് നിങ്ങൾ ആ വാല്യൂ വരുന്നത്. ഇവിടുത്തെ ഇന്റഗ്രലിന്റെ വാല്യൂ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഇവിടെ ഡെൽറ്റ ഫംഗ്ഷൻ മാത്രമാണ്. യൂഷ്വലി ഡെൽറ്റ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 ആണ് കിട്ടുക. ഇന്റഗ്രൽ ഡെൽറ്റ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. സോ ഇവിടെ സിമിലർലി ഡെൽറ്റ ഫംഗ്ഷന്റെ കൂടെ ഒരു 4π ആണ് കിടക്കുന്നത്, വിറ്റ് ഈസ് യുവർ എഫ് ഓഫ് എക്സ്. ആ 4π -4π പുറത്ത് വരും. ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു ദിസ്. സോ ദിസ് ഇസ് ട്രൂ. ഇന്റഗ്രൽ വാനിഷസ് ഫോർ r not equal to 0, which is true. അതാണ് നമുക്ക് കിട്ടിയ ഡെറിവേഷൻ. ഫോർ എനി അതർ പോയിന്റ് അതർ ദാൻ ഒറിജിൻ ദിസ് ഇസ് 0. I equal to 0 if r equal to 0 is not inside the volume. Okay, so ഇവര് കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഒറിജിൻ ഇവിടെയാണ്. ബട്ട് if you are integrating on a volume outside that contains origin ആണെങ്കിൽ എന്ത് സംഭവിക്കും? ബിക്കോസ് ദർ ഇസ് നോ ഡെൽറ്റ ഫംഗ്ഷൻ ഇൻസൈഡ് ആൻഡ് എവരിവെയർ എൽസ് നിങ്ങളുടെ ആ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ ദിസ് ഇസ് ഓൾസോ ട്രൂ. ഇന്റഗ്രൽ ഡൈവർജസ് ആസ് r tends to infinity. ദിസ് ഇസ് നോട്ട് ട്രൂ. ബിക്കോസ് നിങ്ങളുടെ r tends to ഇൻഫിനിറ്റിയിൽ നിങ്ങളുടെ ഇന്റഗ്രാൻഡ് എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ 1/r ആണ്. അത് നമ്മൾ കണ്ടു. ഇത് ഡെൽറ്റ ഫംഗ്ഷൻ ആണ്. അതിന്റെ വാല്യൂ 0 ആണ് ഫോർ എനി അതർ r not equal to 0. So this is not. സോ ഇതൊരു മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്, MSQ. മൾട്ടിപ്പിൾ ആൻസേഴ്സ് കറക്റ്റ് ആണ്. നിങ്ങളെല്ലാ കറക്റ്റ് ആൻസേഴ്സും പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റൈറ്റ് ആൻസർ മാർക്ക് കിട്ടുള്ളൂ. സോ A, B ആൻഡ് C മൂന്നും ഇതിന്റെ റൈറ്റ് ആൻസേഴ്സ് ആണ്. മൂന്നും പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ ഈ ക്വസ്റ്റ്യൻ്റെ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ മനസ്സിലായെന്ന് കരുതുന്നു. ശ്രദ്ധിച്ചിരിക്കേണ്ട ഐഡന്റിറ്റികളാണ്. ഒന്ന് ഇത് ഒരു ഗ്രേഡിയന്റ് ഓഫ് r⁻n എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് n(r⁻n-n) യൂഷ്വൽ ഡിഫറൻഷിയേഷൻ റൂൾ ആണ് വിത്ത് r cap. ബിക്കോസ് ഗ്രേഡിയന്റ് ഓഫ് സ്കെയിലാർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വെക്ടർ ആയിരിക്കും. ആൻഡ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് ജസ്റ്റ് ഡൈവർജൻസ് ആണ്. ഇതുപോലെ തന്നെ കേളിനും റൂൾ ഉണ്ട് ആൻഡ് ഗ്രേഡിയന്റിനും ചെയിൻ റൂൾ. Sorry, this is a product rule, not chain rule. Product rule ഇതുപോലെ there are rules. You can see mathematical physics textbooks ഉണ്ടാവും. or another book എന്ന് പറയുന്നത് ഗ്രിഫിത്തിലാണ്. ടുവേർഡ്സ് എൻഡ് ഇതുപോലെ ഒരുപാട് ഐഡന്റിറ്റീസ് എഴുതിയിട്ടുണ്ട്.
അത് നോക്കാം. പിന്നെ ഈ പ്രോബ്ലത്തിന്റെ ടൈപ്പ് അവേ എന്ന് പറയുന്നത് ഈ ഒരു ഫോർമുലയാണ്. ലാപ്ലേഷൻ ഓഫ് 1/r എന്ന് പറയുന്നത് ഓർ ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ദിസ് തിങ് ഇസ് ഓൾസോ ദിസ് ഡൈവർജൻസ് ഓഫ് ആർ ക്യാപ്. എനിക്ക് ഇങ്ങനെ ചെയ്താട്ടോ അതിന് വേണമെങ്കിൽ, അതായത് ദിസ് ഇസ് ദ ഡൈവർജൻസ് ഓഫ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഓർ വെക്ടർ ആർ ബൈ ആർ ക്യൂബ്, എല്ലാം സെയിം ആണ്. സോ ഈ മൂന്ന് ക്വാണ്ടിറ്റീസും സെയിം ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു -4 ഡെൽറ്റ ഫംഗ്ഷൻ centered at the origin. Okay, so next question. So ഒരു കോംപ്ലക്സ് ഇന്റഗ്രൽ or കോംപ്ലക്സ് അനാലിസിസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് e⁻²/z−1. സോ ഈ ഒരു ഫംഗ്ഷന് അഗൈൻ ഇതൊരു മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. ശരിയായ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓപ്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ പോൾ അറ്റ് z=1. ഓക്കെ, സോ സിമ്പിൾ പോൾ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഓഫ് ദി ഫോം 1/z−z0. സോ ഇതിന്റെ നിങ്ങളുടെ പോളിന്റെ ഓർഡർ 1 ആണെങ്കിലാണ് സിമ്പിൾ പോൾ ആകുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സോ അറ്റ് z=1 എന്താണ് സംഭവിക്കുന്നത്? യു ഹാവ് 1/0 വിച്ച് ഇസ് ഇൻഫിനിറ്റി. e⁻∞ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു 0 ആക്ച്വലി. സോ അവിടെ ഒരു ഇറ്റ്സ് ആക്ച്വലി നോട്ട് എന്താ പറയുക, ഇറ്റ്സ് നോട്ട് എ പോൾ ആക്ച്വലി. ഇറ്റ്സ് കോൾഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി. എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്നാണ് അതിനെ പറയുന്നത്. സോ നിങ്ങളുടെ ഓപ്ഷൻ ബിയിലേക്ക് അതിലൊക്കെയാണ് വരുന്നത്. അവിടെ ഒരു സിംഗുലാരിറ്റി ഉണ്ട്, ബിക്കോസ് 1/0 ഓർ -∞ ആ ഒരു ഇതിലേക്ക് പോകുന്നതുകൊണ്ട് അവിടെ ഒരു സിംഗുലാരിറ്റി ഉണ്ട്. ബട്ട് അതൊരു പോളല്ല, സിമ്പിൾ പോളല്ല. ബിക്കോസ് നിങ്ങൾക്ക് e⁻²/z−1 ടൈലർ എക്സ്പാൻഷൻ ചെയ്യാം. സോ യു ക്യാൻ സി ദിസ് ഇസ് ഐഡന്റിറ്റി -2/z−1 ഉണ്ട്. സോ ദിസ് ഇസ് ആൻഡ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് സ്ക്വയർ ടേം ആണ്, വിച്ച് ഇസ് പ്ലസ് 2/z−1 ഹോൾ സ്ക്വയർ 1/2 ആൻഡ് സോ ഓൺ, ഇങ്ങനെ പോകും. സോ ഇവിടെ ഇതാണ് സിമ്പിൾ പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടേം മാത്രമേ പാടുള്ളൂ. സിമ്പിൾ പോൾ അല്ല, അതുകൊണ്ട് മറ്റ് ഓർഡേഴ്സും ഉണ്ട്, ഹയർ ഓർഡർ പോളുകളും ഉണ്ട് ഇതിനകത്ത്. സോ ദിസ് ഇസ് നോട്ട് എ സിമ്പിൾ പോൾ. സോ ഓപ്ഷൻ എ ഇസ് നോട്ട് ട്രൂ. So this is an essential singularity actually. So ഇതിനെ ടൈലർ എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആക്ച്വലി ദർ ആർ മൾട്ടിപ്പിൾ എന്താ പറയുക z=1 മൾട്ടിപ്പിൾ ഒരു പോൾ ഉണ്ട് എന്നാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ഒറിജിനൽ ഫംഗ്ഷനിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ e⁻∞ is actually 0. So this ഈ ഒരു ടൈപ്പ് സിംഗുലാരിറ്റീനെ പറയുന്ന പേരാണ് എസെൻഷ്യൽ സിംഗുലാരിറ്റി. ദാറ്റ് ഈസ് ട്രൂ. സോ ഓക്കെ, ബ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ ഒരേ പോയിന്റിൽ തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ ഒരു ബ്രാഞ്ച് ആയിട്ട് പോകുന്നുണ്ട് കൈൻഡ് ഓഫ് ഫങ്ഷൻസിനെയാണ് ബ്രാഞ്ച് പോയിന്റ് അറ്റ് സം പോയിന്റ് എന്ന് പറയുന്നത്. ഇതും അങ്ങനത്തെ ഒരു കേസല്ല, ബിക്കോസ് ഇറ്റ്സ് എവരിവെയർ കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണിത്. അൺലെസ് അറ്റ് 1 ഒരു സിംഗുലാരിറ്റി എസെൻഷ്യൽ സിംഗുലാരിറ്റി ഉണ്ട് എന്നല്ലാതെ വേറെ അനോമലീസ് ഒന്നുമില്ല. സോ ഇതൊരു ബ്രാഞ്ച് പോയിന്റ് അല്ല. സോ ദിസ് ഇസ് ഓൾസോ നോട്ട് ട്രൂ. സോ റെസിഡ്യൂ, ഓക്കെ, റെസിഡ്യൂ ദിസ് ഇസ് ആക്ച്വലി എനിക്കും ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. റെസിഡ്യൂ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ 1 സപ്പോസ് z=1 റെസിഡ്യൂ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ 1/z−1 കോഎഫിഷ്യന്റ്
Lorentz series expansion, which is this is actually the Lorentz series expansion. 1/z-1 ടേമിന്റെ കോവിഷ്യന്റ് ആണ് നിങ്ങളുടെ റെസിഡ്യൂ ആയിട്ട് വരുന്നത്. സോ വിച്ച് ഇസ് ഈ എക്സ്പാൻഷൻ ഡയറക്ട്ലി വെച്ച് നിൽക്കുകയാണ്. ഇറ്റ് ഈസ് -2. ദാറ്റ് ഈസ് ഓക്കെ. സോ ഇതിന് വരെ മറ്റു പോയിന്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ Z0 ആണെങ്കിൽ ജസ്റ്റ് 1/z-z0 ആ ഒരു ടേമിന്റെ കോഫിഷ്യന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതിനെയാണ് റെസിഡ്യൂ എന്ന് ഇവിടെ വിളിക്കുന്നത്. യൂഷ്വലി നമ്മൾ മേ ബി എനിക്കറിയില്ല ഇവർക്ക് ഇൻ കേസ് തെറ്റിപ്പോയതാണോ എന്ന് സംശയമുണ്ട്. ഐ മീൻ ആസ് ഫാർ as I know, റെസിഡ്യൂ എന്ന് പറയുന്നത് ഇഫ് യു ഹാവ് എ പോൾ ആൻഡ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റെസിഡ്യൂ അറ്റ് ദാറ്റ് പോയിന്റ് ഡിപ്പെൻഡിങ് ഓൺ സിമ്പിൾ പോൾ ആണോ മൾട്ടിപ്പിൾ ഹയർ ഓർഡർ പോൾ ആണെങ്കിൽ അതിന്റെ പർട്ടിക്കുലർ രീതി വെച്ചിട്ട് വേണം നിങ്ങൾ അത് കണ്ടുപിടിക്കാൻ. ബട്ട് ഇതിനെ ഈ ഒരു കേസിൽ ആക്ച്വലി ഇത് സിമ്പിൾ പോൾ അല്ല. ഇറ്റ്സ് ഹാവിങ് എ എസെൻഷ്യൽ സിംഗുലാരിറ്റി ആൻഡ് 1/z-1 കോഫിഷ്യന്റിനെ വിളിക്കുന്നത് റെസിഡ്യൂ എന്നാണ്. Anyway, this from the answer key you can see B and C are the right answer. So this is how you find it out. So we are moving on. I hope that makes it. Okay, so ഈ ക്വസ്റ്റ്യൻ ബൂളിയൻ എക്സ്പ്രഷൻ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ലോജിക് ഗേറ്റ്സ് ബൂളിയൻ എക്സ്പ്രഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ദ മിനിമം നമ്പർ ഓഫ് ബേസിക് ലോജിക് ഗേറ്റ്സ് that is required to realize the given boolean expression. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ആദ്യം തന്നെ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഇതിനെ ഫുള്ളി എങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുക. സോ യു ഗെറ്റ് ബൈ ദ വൈ ദിസ് ഇസ് ദ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ. സോ ഇതിൽ നമ്പറാണ് നിങ്ങൾ ഇൻപുട്ട് ചെയ്യേണ്ടത്. ഇതുവരെ എല്ലാം മൾട്ടിപ്പിൾ ചോയ്സോ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇവിടെ ഒരു നമ്പറാണ് നിങ്ങൾ ഇൻപുട്ട് ചെയ്യേണ്ടത്. b dot a plus b a dot b bar. ഓക്കെ, ഇത് എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡ് ചെയ്യുക. there will be 4 terms. b dot a nothing you can do about it, so അങ്ങനെ തന്നെ വെക്കുക. but b dot b എന്ന് പറയുന്നത് you can see it is b because b ക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഇതൊരു ബൂളിയൻ വാല്യൂ ആണെങ്കിൽ 0.0 and 0 എന്ന് പറയുന്നത് 0 ആണ്, 1 and 1 എന്ന് പറയുന്നത് 1 ആണ്. സോ it is equal to b. so this is b and a dot b bar നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. so just leave it as it is. similarly yes, you will get a. now ഈ രണ്ട് terms combine ചെയ്ത് കഴിഞ്ഞാൽ you can see this as a and b or b bar, plus you have b here and you have a here. b or b bar എന്ന് പറയുന്നത് this is always 1 because 0 or 1 എന്ന് പറയുന്നത് 1 ആണ്, 1 or 0 എന്ന് പറയുന്നത് 1 ആണ്. given that b is a boolean variable, this is always 1. so a dot 1 എന്ന് പറയുന്നത് a ആണ്. so you will get a or you have another a here or b. again a or a എന്ന് പറയുന്നത് 0 or 0 ആണ്, 1 or 1 എന്ന് പറയുന്നത് 1 ആണ്. so this is just a which requires only one or operation. so even though അവർ ഈ ഒരു വലിച്ചു നീട്ടി, so ഒറിജിനൽ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ there is 1 2 3 4 5 6 6 ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. 2 AND gates, 2 OR gates, 1 NOT gates, 3 OR gate etc. പക്ഷേ എഫക്റ്റീവ്ലി അത് ഒറ്റ ഓപ്പറേഷൻ ആണ്, വിച്ച് ഇസ് എ സിംഗിൾ ഓർ ഓപ്പറേഷൻ, എ ഓർ ബി എന്ന് പറഞ്ഞ ഓപ്പറേഷൻ. സോ ദ ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ്സ് ഇറ്റ്. ഈസി ക്വസ്റ്റ്യൻ ആണ്.
സിമിലർലി ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഗൈസ് ഡു ഇൻ ദാറ്റ് ഫാഷൻ. Okay, so next one. The vapor pressure of solid ammonia തന്നിട്ടുണ്ട് and that of liquid ammonia is also given, where T is the temperature in Kelvin. The temperature of the triple point of ammonia. So this is also a numerical aptitude type question. We have to input some numbers. So ഇവിടെ ഇൻപുട്ട് ചെയ്യേണ്ടത് ഒരു എന്താ പറയുക, ഇറ്റ്സ് നോട്ട് ആൻ ഇൻറ്റിജർ, ഇറ്റ്സ് എ റിയൽ വാല്യൂ. സോ റൗണ്ടഡ് ഓഫ് ടു 2 ഡെസിമൽ പ്ലേസ് ആയിട്ടുള്ള നമ്പറാണ് ഇൻപുട്ട് ചെയ്യേണ്ടത്. ഓക്കെ, എനിവേ ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അമോണിയയുടെ ട്രിപ്പിൾ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ആകെ 2 ഇൻഫർമേഷൻ ആണ്. അമോണിയയുടെ സോളിഡ് ഫേസിലുള്ള അമോണിയയുടെ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്, ലിക്വിഡ് ഫേസിലുള്ള അമോണിയയുടെ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്. നമുക്കറിയാം ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത് കോഎക്സിസ്റ്റ് ചെയ്യുന്ന സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്, ഈ 3 ഫേസിലും ഒരു സബ്സ്റ്റൻസ് കോഎക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് അതിന്റെ ട്രിപ്പിൾ പോയിന്റ്. ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ട്രിപ്പിൾ പോയിന്റ്. നമുക്കറിയാം എപ്പോഴും സോളിഡ് നിന്ന് ലിക്വിഡിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ട്. ദർ ഇസ് ഓൾസോ സോളിഡ് ടു ഗ്യാസ്, ബട്ട് അതിനെ ആ ഒരു ട്രാൻസിഷനേക്കാൾ കമ്പാരബിളി ലാർജർ ട്രാൻസിഷൻ സോളിഡ് ടു ലിക്വിഡ് പോസിബിൾ ആണ്. ഇവിടെ ഒരു വേപ്പർ പ്രഷർ ഉണ്ട്. ഈ ഒരു ഇക്വിലിബ്രിയം കാരണം, സോളിഡ് ടു ലിക്വിഡ് ട്രാൻസിഷൻ കാരണം ദർ ഇസ് എ വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ബേസിക്കലി ദ പ്രഷർ എക്സെപ്റ്റഡ് ബൈ, സപ്പോസ് ഇഫ് യു ഹാവ് എ കണ്ടെയ്നർ ആൻഡ് ഇഫ് യു ടേക്ക് എ ലിക്വിഡ്, ലിക്വിഡ്സിന്റെ കേസിൽ നിങ്ങൾ പലപ്പോഴും അത് കേട്ടിട്ടുണ്ടാവും. ഈ ലിക്വിഡ് വേപ്പറൈസ് ചെയ്യും and the vapor also tries to condense back to the liquid, and at some point given temperature there is an equilibrium between number of particles going out and coming in, so that will give you some pressure, effective vapor pressure. അതിനാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. വേപ്പർ എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷർ, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ സോളിഡ് ലിക്വിഡ് ട്രാൻസിഷനിലും ഉണ്ട്. അതുപോലെ തന്നെ ടിപ്പിക്കലി നമ്മൾ പറയുന്നത് ലിക്വിഡ് ഗ്യാസ് ഇതിനടയ്ക്കും ഒരു വേപ്പർ പ്രഷർ ഉണ്ട്. അത് രണ്ടുമാണ് തന്നിരിക്കുന്നത്. ട്രിപ്പിൾ പോയിന്റിൽ എന്തായിരിക്കണം, ഈ 2 പ്രഷറുകളും സെയിം ആണെങ്കിൽ മാത്രമേ അത് ട്രിപ്പിൾ പോയിന്റ് ആവുള്ളൂ. ആ ട്രിപ്പിൾ പോയിന്റിൽ ഈ 2 പ്രഷറുകളും സെയിം ആയിരിക്കും. അതാണ് ട്രിപ്പിൾ പോയിന്റിലുള്ള കണ്ടീഷൻ. സോ ഇവർ തന്നിരിക്കുന്നത് ലോഗ് ഓഫ് പി ആണ്. പി സെയിം ആണെങ്കിൽ ലോഗ് ഓഫ് പിയും സെയിം ആയിരിക്കും. സോ യു ക്യാൻ ഡയറക്ട്ലി ഇക്വേറ്റ് ദീസ് 2 ഇക്വേഷൻസ്. Sorry. സോ ടി എന്ന് പറയുന്നത് നമ്മൾ ട്രിപ്പിൾ പോയിന്റ് ആണ്. മേ ബി അതിനെ ഡിനോട്ട് ചെയ്യാൻ ഞാനൊരു ടി, അഡീഷണൽ ടി ഇവിടെ ഇടുകയാണ്. ആ ട്രിപ്പിൾ പോയിന്റിലെ പ്രോപ്പർട്ടിയാണിത്. ഈ 2 വേപ്പർ പ്രഷേഴ്സ് സെയിം ആയിരിക്കും. So that means now you can rearrange and see. Okay, or the triple point ആണ് ചോദിച്ചിരിക്കുന്നത്. The temperature 23.03 minus 19.49 divided by, so if you do 3754, so this is question number 33, this is equal to 691. So when you go for exam, the gate examiner, there will be a calculator in the screen, so that idonnu ningal mentally, I mean, you don't have to do in pen and paper. Calculator available aanu, ningalku adil cheyam. ചെയ്തു കഴിഞ്ഞാൽ you will get this number 195.197 Kelvin.
സോ ഇവർ ചോദിച്ചിരിക്കുന്നത് അപ് ടു 2 decimal place you can cut off here. So if you enter 195.19, you will get the right answer. Okay, so that's all about this question. So ട്രിപ്പിൾ പോയിന്റ് എന്താണെന്ന് മാത്രം അറിയാവുന്ന ഒരാൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഫേസിൽ കോഎക്സിസ്റ്റ് ഒരു മെറ്റീരിയൽ കോഎക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റിനെ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ട്രിപ്പിൾ പോയിന്റ്. ആ പോയിന്റിൽ നിങ്ങളുടെ സോളിഡ് ലിക്വിഡ് വേപ്പർ പ്രഷറും ലിക്വിഡ് ഗ്യാസ് വേപ്പർ പ്രഷറും ഐഡന്റിക്കൽ ആയിരിക്കും, സെയിം ആയിരിക്കണം. സോ ബേസിക്കലി യു ഗെറ്റ് ദിസ്. Sorry. So in this question, it's a statistical mechanics question ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയാം, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയാം. So system of n particles in volume B and temperature T, Hamiltonian തന്നിട്ടുണ്ട്. So if you look at the Hamiltonian, you can see sum over I goes from 1 to 2n AI QI square, and sum over I equal to 1 to 2n BI PI square, where AI BI are positive constant and PI QI എന്ന് പറയുന്നത് ഇവരുടെ കാനോണിക്കൽ കോർഡിനേറ്റ്സ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം, which is not explicitly given. So assume that QI, so this set QI PI എന്ന് പറയുന്നത് ഇവരുടെ കാനോണിക്കൽ കോൺജുഗേറ്റ് വാരിയബിൾസ് ആണെന്ന്, ലൈക്ക് ദ പൊസിഷൻ ആൻഡ് മൊമെന്റം അസ്യൂം ചെയ്യാം. സോ ഒരു n പാർട്ടിക്കിൾ സിസ്റ്റത്തിന് ഇവിടെ 2n കോർഡിനേറ്റ്സ് ആണുള്ളത്. 2n QIs ഉണ്ട്, അതുപോലെ തന്നെ 2n PIs ഉണ്ട്. സോ ഒരു സിംഗിൾ പാർട്ടിക്കിളിന് 2 കോർഡിനേറ്റ്സ് ആണുള്ളത്. there are 2 QIs. Okay, so anyway, the question എന്ന് പറയുന്നത് the ensemble average of the Hamiltonian is alpha n kbt t, where kb is Boltzmann constant. The value of alpha, what is alpha? Okay, so ആദ്യം what is ensemble average of Hamiltonian? So this is the expectation energy, the average energy ആണ് നിങ്ങളുടെ ഹാമിൽട്ടോണിയന്റെ ensemble average എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ആകെ ഈ ഒരു ഹാമിൽട്ടോണിയന്റെ ഫോം തന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ആകെ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് ഇക്വിപാർട്ടീഷൻ തിയറാണ്. സോ ഇക്വിപാർട്ടീഷൻ തിയറം പറയുന്നത് for every quadratic term in the Hamiltonian, there will be a half kBT contribution towards the average energy. ആ ഒരു canonical coordinate കാരണം, it can be coordinate QI or can be momentum PI also. Every quadratic term contributes half kBT. So ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു there are 2n values for n particles. So there are a given particle, there are 2. Okay, so half kBT into 2. ഓൾറെഡി നിങ്ങളുടെ ഒരു പാർട്ടിക്കിളിന്റെ QIs കാരണം വന്നു കഴിഞ്ഞു. there are Q1 Q2 belongs to first particle. So അത് കാരണം ഓൾറെഡി 2 times half kBT contribution വന്നു കഴിഞ്ഞു. Now it also has momentum also, which also give you half kBT times 2, because there will be 2 PIs for a given particle. So total so you will get
4 times half, which is 2 kBt. Now this is the case of one particle. So ഈ തന്നിരിക്കുന്ന ഹാമിൽട്ടോണിൽ there is no interaction between particles. So നോൺ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് ആണ് ബേസിക്കലി. അവരുടെ കേസിൽ നിങ്ങൾക്ക് വാട്ട് എവർ യു ഗെറ്റ് ഫോർ സിംഗിൾ പാർട്ടിക്കിൾ യു ക്യാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് n and you will get the n particle. So our answer എന്ന് പറയുന്നത് 2 times n kBt ആണ്. This is the average energy for this ensemble of n particle having this Hamiltonian. So ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പാർട്ടീസ് ആൽഫ എന്നാണ്. ആൽഫ ഇവിടെ 2 ആണ്. So your answer is 2. So integer ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. So you just input 2. Okay, so equipartition theorem നിങ്ങൾ എൻ്റെ മുൻ സെഷൻസ് ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഐ ഡിസ്ക്രൈബ്ഡ് ഇൻ ഡീറ്റെയിൽ വൺ ഓഫ് ദം ഐ റിമെമ്പർ. ഇതിനൊരു ജനറൽ ഫോം ഉണ്ട്. ആ ജനറൽ ഫോം എന്നാണ് ആക്ച്വലി ഈ ഒരു പർട്ടിക്കുലർ ക്വാഡ്രാറ്റിക് ടേം ആണെങ്കിൽ ഹാഫ് kBt വരും എന്നുള്ളൊരു പർട്ടിക്കുലർ കേസ് വരുന്നത്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇക്വിപാർട്ടീഷൻ തിയറം എന്ന് പറയുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഒന്നാമത്തെ കാര്യം ചിലപ്പോൾ ചോദിക്കുന്നത് ആവറേജ് എനർജി ആയിരിക്കാം, ചിലപ്പോൾ ചോദിക്കുന്നത് സ്പെസിഫിക് ഹീറ്റ് ആയിരിക്കാം. സോ വൺസ് യു ഗെറ്റ് ആവറേജ് എനർജി യു ക്യാൻ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ആൻഡ് യു വിൽ ഗെറ്റ് ഫോർ എക്സാമ്പിൾ ഹിയർ 2 kb ആണ് ഇതിന്റെ സ്പെസിഫിക് ഹീറ്റ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ ഇതിനെല്ലാതും ഇക്വിപാർട്ടീഷൻ തിയർ ആണ് ഫണ്ടമെന്റൽ ആയിട്ട് കിടക്കുന്നത്. ഒരു എൻസെമ്പിൾ ഓഫ് പാർട്ടിക്കിൾസിന്റെ ആവറേജ് എനർജിനെ പറ്റി പറയുന്ന തിയർ ആണത്. സോ പ്ലീസ് നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയർ ആണ്. That's all. I think, yeah, maybe we can continue in the next. Baki questions continue in the next session. Okay, so yeah, thank you.